ഇത് എന്തരടേ ഇത് കാക്ക കുടിച്ച കൊക്കാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കൊക്കായിട്ടില്ല എങ്കിലും നമുക്കൊന്ന് മിനുസപ്പെടുത്തി പാകപ്പെടുത്തിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോളണം കേട്ടോ. ബീട്രൂട്ടിൻ്റെ പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് പൊടി കിട്ടിയേ അടങ്ങുമെന്നുള്ള വാശിയൊന്നും നമുക്കില്ല. നല്ല പച്ച ബീട്രൂട്ട് എടുത്തിട്ട് അങ്ങോട്ട് ചതയ്ക്കുകയോ അരയ്ക്കുകയോ ചെയ്താലും മതി. അതിൻ്റെ കൂടെ 1 സ്പൂൺ കടലമാവിൻ്റെ പൊടി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. കടലമാവ് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം തൈര് നല്ലൊരു ഫേഷ്യൽ പാക്ക് കൂടിയാണ് കേട്ടോ. അതങ്ങോട്ട് മിക്സ് ചെയ്തത് എല്ലായിടവും വാരിപ്പൊത്തുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ മുഖത്തുണ്ടാകുന്ന നമ്മുടെ സൺടാൻ അടിച്ചുണ്ടാകുന്ന കരിവാളിപ്പും കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പും, ഞാനിത് ആഴ്ചയിലൊന്നും കാണും, എപ്പോഴെങ്കിലും ഇട്ടാലായി ഇട്ടില്ലേലായി, പക്ഷേ നല്ല എഫക്റ്റീവാണിത് കേട്ടോ. നമ്മൾ ഇടുന്ന സമയത്തൊന്ന് കാണിച്ചു തന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് കിടക്കുന്ന കണ്ടില്ലേ, ഒത്തിരി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ.